നമ്മളൊരു കാര്യം കാണുമ്പോൾ അത് ഒരു എഡ്യൂക്കേഷണൽ ലെവൽ, ഒരു എക്സ്പീരിയൻസ് ലെവലിൽ വേണം കാണാൻ. അപ്പോൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഒരു മാസീവ് പോപ്പുലേഷനകത്ത് കുറെ ആളുകൾക്ക് പല്ലിന് കംപ്ലൈന്റ് ഇല്ലാതെ നിലനിൽക്കുന്നു. അവരുടെ ലൈഫിൽ അവർ ജീവിതത്തിൽ പകർത്തുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ, കഴിഞ്ഞ 30-35 വർഷത്തെ എക്സ്പീരിയൻസിൽ, ഞാൻ 76 വയസ്സുള്ള വ്യക്തി, 101 വയസ്സുള്ള ഒരു വ്യക്തി, 118 വയസ്സുള്ള ഈ വ്യക്തിയിലൂടെ, ഇതിൻ്റെ മേളിലോട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ പഠിച്ചിരിപ്പോൾ കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഒന്നാണ് അവരുടെ ഫുഡ് ഹാബിറ്റ്, ഭക്ഷണ ക്രമീകരണങ്ങൾ അവരുടെ ഭക്ഷണത്തിനെ, അവരുടെ പല്ലിനെ വളരെ കൂടുതൽ കാലം നിലനിർത്തുന്നു. കൂടുതൽ വെജിറ്റേറിയൻസിനാണ് പല്ല് കൂടുതൽ നിലനിൽക്കുന്നത്. ഞാൻ നോൺ വെജിറ്റേറിയൻസിനെ കുറ്റപ്പെടുത്തല്ല, കാരണം വെജിറ്റേറിയൻസ് ഫുഡ് ഈസ് ഗുഡ് ഫോർ ഡെന്റൽ ആർച്ച്. രണ്ടാമത്തത് ബ്രഷിംഗ് ആണ്. ഈ ബ്രഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മാറ്റരുത്, നമുക്ക് പ്രത്യേകം അതിനൊരു ഫോം, നമ്മൾ ഇലക്ട്രിക് ടൂത്ത് ബ്രഷോ ബ്രഷിംഗ് ഹാബിറ്റ് ആണ്, അതൊരു സ്വഭാവമാണ്. അതൊരു കോട്ടൺ കൊണ്ട് തുടക്കുന്നതും ബ്രഷിംഗ് ആണ്, ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് കൊണ്ട് ബ്രഷ് ചെയ്യുന്നതും ബ്രഷിംഗ് ആണ്, നമ്മൾ റോ ഫുഡ് കഴിക്കുന്നതും ബ്രഷിംഗ് ആണ്, നമ്മൾ റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള നീം സ്റ്റിക്ക് പോലത്തെ സംഭവം ഉപയോഗിക്കുന്നതെല്ലാം ബ്രഷിംഗ് ആണ്. ദാറ്റ് ഈസ് എ ബ്രഷിംഗ് ഈസ് എ ഹാബിറ്റ്. ഈ ഹാബിറ്റ് ഉള്ളവർക്കും പല്ലെന്ത് ചെയ്യുന്നു, കൂടുതൽ കാലം നിൽക്കുന്നു. മൂന്നാമത്തെ ഒരു പ്രത്യേകത ഞാൻ നോക്കുന്നിടത്തോളം, കൂടുതൽ പ്രായമില്ല ആളുകൾ, അന്ന് അവൈലബിലിറ്റി ഇല്ലാത്ത കാലം കൊണ്ട് ആയിരിക്കാം ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാത്ത കാലഘട്ടത്തിൽ അവൈലബിൾ, അവർ ചാർക്കോളും ഈ ലീഫുകളും എല്ലാം പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു. അവരുടെ പല്ലുകൾക്ക് ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ, തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്ത് ഉണ്ടാവില്ല, പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഇനി നാലാമത്തത് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. ഇറ്റ് ഈസ് എൻ അഡ്വാൻസ്ഡ് ഫോം, പവർ ടൂത്ത് ബ്രഷ്. നമുക്ക് ഇതൊന്നുമില്ല, നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ USB പ്ലഗിൽ നമ്മൾ ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. അത് ഉപയോഗിക്കുന്ന ആളുകൾക്കും പല്ലിന് കംപ്ലൈൻറ്റ് ആധുനിക കാലഘട്ടത്തിൽ കുറവായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് കാര്യം, എന്തുകൊണ്ട് പല്ലിന് പോട് വരുന്നു? പല്ലിൻ്റെ ഏറ്റവും മുഖത്ത ആവരണമായ വെളുത്ത കളറുള്ള എനാമൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ വീക്ക്നെസ് കൊണ്ടാണ് പല്ല് പോട് വരുന്നത്. പല്ലിന് തമിഴിൽ സ്വത്ത, ഇംഗ്ലീഷിൽ കാരീസ്, മലയാളത്തിൽ പോട്, സാരമെല്ലാം ഒന്ന് തന്നെ അത് വരുന്നത്. അത് നമുക്ക്